നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻപിലുള്ള വി.എസ്. ജോയിക്കും ആര്യാടൻ ഷൌക്കത്തിനും പുറമെ ഒരു സർപ്രൈസ് മുഖവും ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ എ.ഐ.സി.സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി അന്തിമ ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപനം വേഗത്തിൽ നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നിയമസഭാംഗത്വം രാജിവെച്ചതിന് പിന്നാലെ പി.വി. അൻവർ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ ഡി.സി.സി അധ്യക്ഷൻ കൂടിയായ വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പരസ്യമായി നിലപാടെടുത്തത്. യുവപ്രാതിനിധ്യത്തിന് പുറമെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ വി.എസ്. ജോയിക്ക് കഴിയുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കും മുമ്പ് അൻവർ പരസ്യമായി വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിൽ മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി സണ്ണി ജോസഫിനെ കെ.പി.സി.സി അധ്യക്ഷനാക്കിയതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ മുഖം തന്നെ സ്ഥാനാർത്ഥിയായാൽ അത് ഇതര സമുദായങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് വഴിവെക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതേസമയം വരാനിരിക്കുന്ന ഡി.സി.സി പുനഃസംഘടനയിൽ മലപ്പുറത്ത് അഴിച്ചുപണി ഉണ്ടാകാനിടയില്ലെന്നാണ് സൂചന. എതിർപ്പുകൾ മറികടന്ന് ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി ആര്യാടൻ ഷൌക്കത്തിന് മറ്റൊരു നിർണായക പദവി നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് സൂചന. ആര്യാടൻ ഷൌക്കത്തിന് വേണ്ടി ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ടെങ്കിലും വി.എസ്. ജോയിയുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ ജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പൊതുസമ്മതനായ സർപ്രൈസ് മുഖത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കി മത്സര രംഗത്തിറക്കുന്ന കാര്യം നേതൃത്വം സജീവമായി ചർച്ച ചെയ്യുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ എ.പി. അനിൽകുമാർ ഉൾപ്പെട്ട സമിതി എ.ഐ.സി.സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി അവസാനഘട്ട ചർച്ച നടത്തിയ ശേഷമാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.